ഹലോ, അസ്സാം വലൈക്കും. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ ഒരുപാട് കുട്ടികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് +1 അറബിക്ക് അത് സാർ എല്ലാ ചാപ്റ്ററിൻ്റെയും ഒരു സമ്മറി പറഞ്ഞു തരണം. ഞങ്ങൾക്ക് സ്റ്റോറി അറിയില്ല, കവിത അറിയില്ല, അതിൽ പറഞ്ഞ വാക്കുകൾ മീനിങ് അറിയില്ല എന്നൊക്കെ ഒരുപാട് കുട്ടികൾ പറഞ്ഞു. മാത്രമല്ല, ഈ +1ൻ്റെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റോറിയിൽ നിന്ന് വരുന്നതുകൊണ്ട് അത് സ്റ്റോറി അറിയാതെ ആൻസർ ചെയ്യാനും കഴിയാത്തൊരവസ്ഥയാണ്. സോ ഒരുപാട് കുട്ടികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എജ്യൂപോർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യുന്നത് +1 അറബിക്കിലെ 1ാമത്തെ യൂണിറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ചാപ്റ്റർ മുഴുവൻ ഡിസ്കസ് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, ഈ ടെക്സ്റ്റ് ബുക്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് 1ാമത്തെ യൂണിറ്റിൽ 3 ചാപ്റ്ററുള്ളത്. ഒന്ന് ഫിർഹാബിൽ മദ്രസ, ഒരു കോൺവെർസേഷനാണ്. അവലും ബുയൂത്ത് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിയാണ്. ഹനി അൻ ലക്കും എന്ന് പറയുന്നത് ഒരു കവിതയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിൽ 2 തരത്തിലുള്ള കാര്യം ഉണ്ടാവും. ഒന്ന് നമ്മൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, മറ്റൊന്ന് നമുക്ക് പഠിച്ച് എക്സാമിന് എഴുതേണ്ടതുണ്ടാവും. ഓക്കെ, അപ്പോൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യേണ്ടത് എന്തായാലും നമ്മൾ ഇതിന് എന്ത് ചെയ്യാണ്, സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒന്നാമതിൽ പറഞ്ഞത് നിങ്ങൾ പുതിയ സ്കൂളിലാണ്, നിങ്ങൾ പുതിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങളത് എന്ത് ചെയ്യുക, പങ്കുവെക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ തുടങ്ങുന്ന 1ാമത്തെ ഫിർഹാബിൽ മദ്രസ എന്ന ചാപ്റ്റർ, ബാബു വ മനോജ് രണ്ടാളും സ്വദീഖാനി, രണ്ടാൾ കൂട്ടുകാരാണ്. ഇൽത്തഹക്ക, അവർ കണ്ടുമുട്ടി. ബി സാനവിയത്തിൽ ആലിയ, ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഫി മദ്രസിൽ ഖറിയ, അവരുടെ നാട്ടിലുള്ള സ്കൂളിൽ തന്നെ. ഫി ബിദായത്ത് അൽ യൗമിൽ അവൽ, 1ാമത്തെ ദിവസം. മിനസ്സനത്ത് ദിറാസിയ, അധ്യയന വർഷത്തിൻ്റെ. സനത്ത് ദിറാസിയ എന്ന് പറഞ്ഞാൽ അധ്യയന വർഷം, അക്കാഡമിക് ഇയറിൻ്റെ ആദ്യ ദിവസം തന്നെ അവർ ജദീദ, പുതിയ അധ്യയന വർഷത്തിൻ്റെ. ലഖിയ, അവർ രണ്ടുപേരും കണ്ടുമുട്ടി. റിഹാബിൽ മദ്രസ, സ്കൂളിൻ്റെ അങ്കണത്തിൽ, മുറ്റത്ത് വെച്ചിട്ട്. ബാബു പറഞ്ഞു അഹ്ലൻ യാ മനോജ്, മനോജ് വെൽക്കം. മനോജ് പറഞ്ഞു അഹ്ലം വസ്സഹ്ലൻ യാ മനോജ്. അപ്പോൾ മനോജ് തിരിച്ചു പറഞ്ഞു നിനക്കും എന്ത്, അഹ്ലം വസ്സലം വെൽക്കം. അപ്പോൾ അൻത ഫി ആദിഹിൽ മദ്രസ, നീ ഈ സ്കൂളിലാണോ? ഇത് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്താ വെച്ചാൽ ഹിവാർ എഴുതാൻ പറ്റിയ കുറേ വാക്കുകൾ കിട്ടും. അൻത, നീ ഫി ഹാദിഹിൽ മദ്രസ, നീ ഈ സ്കൂളിലാണോ? ബാബു പറഞ്ഞു നഅം യാ സ്വദീഖി, അതേ പ്രിയപ്പെട്ട കൂട്ടുകാരാ. അന സഈദുൻ, ഞാൻ സന്തോഷവാനാണ്. ജിദ്ദൻ, വളരെയധികം. ബിലിഖായിക, ഇത് നമുക്ക് എല്ലായിടത്തും എഴുതാം. അന സഈദുൻ ബി ജിദ്ദൻ ബിലിഖായിക, ഞാൻ നിന്നെ കണ്ടുമുട്ടിയതിൽ വളരെയധികം സന്തോഷവാനാണ് എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് ഹിവാറിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇനിയോ നെക്സ്റ്റ് മനോജ് പറയണം അനഫി ഷുഅബത്തിൽ ഉലൂം. ഷുഅബത്തിൽ ഉലൂം എന്ന ഷുഅബത്ത് എന്ന ഗ്രൂപ്പ്, ബാച്ച്. ഉലൂം സയൻസ്, ഞാൻ സയൻസ് ഗ്രൂപ്പിലാണ്. വ അൻത, നീയോ? ഇഖ്തർതു, ഞാൻ തിരഞ്ഞെടുത്തു. അൽ ഇൻസാനിയാത്ത്, ഹ്യൂമാനിറ്റീസ്, ഞാൻ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലാണ്. വമൻ മഅക്ക, നിൻ്റെ കൂടെ ആരാണ്? ഇത് നമുക്ക് ഹിവാറുകൾ യൂസ് ചെയ്യാം. വമൻ മഅക്ക, നിൻ്റെ കൂടെ ആരാണ്? അപ്പോൾ മനോജ് പറഞ്ഞു ഹദാ ഹുവ, അത് സ്വദീഖി, എൻ്റെ കൂട്ടുകാരനാണ്. ജാബിർ, എൻ്റെ കൂട്ടുകാരൻ ജാബിറാണ്. ഹുവ ഫി ഉലൂമു തിജാറ, ഉലൂമു തിജാറ എന്ന കൊമേഴ്സ്, ഞാൻ തിജാറത്ത് ബിസിനസ് നടത്തുമ്പോൾ ബിസിനസ്സിൻ്റെ പഠനം വെച്ചാൽ കൊമേഴ്സിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ കൂട്ടുകാരൻ. ബാബു പറഞ്ഞു അഹ്ലൻ ബിക് യാ ജാബിർ, ജാബിർ വെൽക്കം. ലിമ ഇഖ്തർത, നീ എന്തുകൊണ്ടാണ്, ബാബു ചോദിക്കുകയാണ് ജാബിറിനോട്, ലിമ ഇഖ്തർത, ലിമ എന്തുകൊണ്ടാണ്, ഇഖ്തർത നീ തിരഞ്ഞെടുത്തത് ഉലൂമു തിജാറ, നീ എന്താ കൊമേഴ്സ് എടുക്കാനുള്ള കാരണം? ജാബിർ പറഞ്ഞു ഇഖ്തർതു ഹാ, ഞാനത് തിരഞ്ഞെടുത്തു. ലി അന്ന ഹുനാക്ക, കാരണം അതിലുണ്ട് ഇംകാനിയാത്തുൻ, സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ്. ലിൽ വലീഫത്ത്, ജോലിക്കുള്ള. അൽ മഹാസബ, അക്കൗണ്ടിങ് മേഖലയിലുള്ള. വലി ഇദാർ, അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ, അക്കൗണ്ടിങ് മേഖലയിലുള്ള ഒരുപാട് സാധ്യതകൾ എന്ത് ചെയ്യുന്നുണ്ട്, കോമേഴ്സ് എടുത്താലുണ്ട്. ഫി കസീറ മിന ശരിക്കാത്ത്, ധാരാളം ശരിക്കാത്തുകൾ, കമ്പനികളിൽ. വ ഖാലി, എൻ്റെ അമ്മാവൻ. അമ്മാവൻ. ഖാലി, എൻ്റെ അമ്മാവൻ. ഹറലനി, എന്നെ പ്രേരിപ്പിച്ചു. അല ദാലിക്ക, അതെടുക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചു. ബാബു ചോദിച്ചു മിൻ ഐന, എവിടെ നിന്നാണ്? അത്മംത, നീ പൂർത്തിയാക്കിയത്. സാനവിയ ഹൈസ്കൂൾ, മദ്രസ സാനവിയ എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ, സാനവിയ ആലിയ എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ, ജാബിർ പറഞ്ഞു മിൻ മദ്രസത്തി സാനവിയ ഹലുക്കുമിയ, ഹൈസ്കൂള് ഹുക്കുമിയ, ഗവൺമെൻറ് ഹൈസ്കൂൾ. ബി എറണാകുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ബാബു പറഞ്ഞു ഐന തസ്കുനു, നീ എവിടെയാണ് താമസിക്കുന്നത്? ഐന തസ്കുനു, നമ്മൾ ഹിവാറുകൾ യൂസ് ചെയ്യാൻ പറ്റിയ വാക്കാണ്. ഐന തസ്കുനു, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ജാബിർ പറഞ്ഞു ബി ജിവാരി മഹത്തത്തിൽ കിത്താർ, ബി ജിവാരി, അടുത്ത്. മഹത്തത്തിൽ കിത്താർ, റെയിൽവേ സ്റ്റേഷന് അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഫി ഷാരി മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധി റോഡിലുള്ള. ബാബു വഹൽ ഫി സൊഫിക്ക, നിൻ്റെ ക്ലാസ്സിലുണ്ടോ? അഹദുൻ, ആരെങ്കിലും. മിൻ അസ്തിഖാഇന, നമ്മുടെ കൂട്ടുകാരിൽപ്പെട്ട. യാ മനോജ്, നമ്മുടെ കൂട്ടുകാരിൽപ്പെട്ട ആരെങ്കിലും നിൻ്റെ ക്ലാസ്സിലുണ്ടോ? മനോജ് പറഞ്ഞു നഅം, യെസ് ഉണ്ട്. അൽ അഹ് ഫുആദ്, നമ്മുടെ ഒരു സുഹൃത്ത് ഫുആദ് ഉണ്ട്.
വ ഉഖ്തു മറിയം, വേറൊരു സഹോദരി മറിയമുണ്ട്. ബാബു ലൈസ ഫി സൊഫി, ലൈസ ഇല്ല, ലൈസ ഇല്ല, ഫി സൊഫി എൻ്റെ ക്ലാസ്സിൽ ഇല്ല കേട്ടോ, അഹദു മിൻഹും ആരുമില്ല. മനോജ് പറയാൻ മഅദിറ, മഅദിറ എന്നല്ല എക്സ്ക്യൂസ് മീ നമ്മൾ ഇംഗ്ലീഷ് പറയും, എക്സ്ക്യൂസ് മീ ക്ഷമിക്കണം. അറൂഹ് എനിക്ക് പോകണം, ഇലൽ മഖ്സഫ് എനിക്ക് എന്ത് ചെയ്യണം, ക്യാൻറ്റീനിലേക്ക് പോകണം. വഹൽ തുസാഹിബുനി അല്ലേ, നീ എൻ്റെ കൂടെ വരണോ, വഹൽ തുസാഹിബുനി ഹിവാറുകൾ യൂസ് ചെയ്യാം, നീ എൻ്റെ കൂടെ വരണോ. അപ്പോൾ ബാബു പറഞ്ഞു ആസിഫ് ക്ഷമിക്കണം, സ്വദീഖി എൻ്റെ കൂട്ടുകാരൻ, യൻതളിറു ഫിൽ ഖാരിജ് അവൻ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലേ. മാനേജ് പറഞ്ഞു ഇല്ല ലിഖാ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം, മഅ അസ്സലാമ ഗുഡ് ബൈ, സീ യു ഗുഡ് ബൈ. ഓക്കെ, ഇതാണ് ആ ഹിവാറിൻ്റെ മീനിങ് മനസ്സിലാക്കാം. ഇനി അർത്ഥത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൽ ചെയ്യാനുള്ളത് എക്സാമിൽ നിന്ന് ചോദിക്കൽ ബയോഡേറ്റയാണ്. ബയോഡേറ്റ ചോദിക്കും. ബയോഡേറ്റ എങ്ങനെ എഴുതുക എന്നൊക്കെ എക്സാമിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിന് വളരെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ മീനിങ്ങുകളൊന്ന് പറയാം. ബയോഷക്സിയ ബയോഡേറ്റ, ഇസ്മുൽ കാമിൽ ഫുൾ നെയിം, താരീഖുൽ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത്, ഉൻവാൻ അഡ്രസ്സ്, ഇസ്മുൽ വാലിദ് ഉപ്പാൻ്റെ പേര്, മിഹ്നത്ത് ജോലി, ഇസ്മുൽ വാലിദത്ത് ഉമ്മാൻ്റെ പേര്, അൽ മിഹ്ന ജോലി, റഖമുൽ ഹാത്തിഫ് ഫോൺ നമ്പർ, ഹിവായത്ത് ഹോബി, ഉമ്നിയത്ത് അംബിഷൻ ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഇത് ബയോഡാറ്റ ഫില്ല് ചെയ്യുന്നത് നമ്മൾ ആക്ടിവിറ്റി ആയിട്ട് നമ്മളെന്തുണ്ടാവും, അത് എക്സാമിൻ്റെ വർക്കുകളായിട്ട് നമ്മൾ ക്ലാസ് ചാനലിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ പോയി സമയം കളയുന്നില്ല. ബഅ്ദൽ വളായിഫ്, വളായിഫ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷൻസ് ജോലികൾ, തൊബീബ് ഡോക്ടർ, മഹന്ദിസ് എൻജിനീയർ, മൊഹാലിർ ലെക്ചറർ, ആലിം സയൻറ്റിസ്റ്റ്, മഹാസിബ് അക്കൗണ്ടൻറ്റ്, മഹാമി അഡ്വക്കേറ്റ്, മുദീർ മാനേജർ, ലോബിത്ത് ഓഫീസർ, ഷുർത്തി പോലീസ്, സുഹാഫി ജേർണലിസ്റ്റ്, മുമര്യൽ നേഴ്സ്, മുസവ്വിർ ഫോട്ടോഗ്രാഫർ, താജർ ബിസിനസ്മാൻ, മുസാരി കർഷകന്, ആമിൽ കൂലിപ്പണിക്കാരൻ, സൗബാക്ക് ഡ്രൈവർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജോലിക്കാരെ കുറിച്ച് പഠിച്ചു. അതേപോലെ തന്നെ ബയോഡേറ്റയിലെ പോയിൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് പിന്നെ ആക്ടിവിറ്റിയിൽ തൊലബുൽ ബിത്താഖത്തുൽ ഹസ്മ് ഡിസ്കൗണ്ട് കാർഡിൻ്റെ ഒരു ഫോർമാറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി തന്നിക്കുകയാണ്. അവിടെ നമ്മൾ മീനിങ് മനസ്സിലാക്കേണ്ടത് ഈ ഭാഗത്തുള്ളതിൻ്റെ മീനിങ്ങുകളാണ്. എന്താ വരുന്നത്, ഇസ്മുൽ കാമിൽ ഫുൾ നെയിം, ഉൻവാൻ അഡ്രസ്സ്, റഖമുൽ ആധാർ നമ്പർ, താരീഖുൽ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത്, റഖമുൽ ജവ്വാൽ ഫോൺ നമ്പർ, ബരീദുൽ ഇലക്ട്രോണിക് ഇമെയിൽ, തൗക്കിയർ സിഗ്നേച്ചർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ പിന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരിക, അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ എക്സാം ബേസ്ഡ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മളോടൊരു ഹിവാർ എഴുതാൻ എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ, ഹിവാർ എഴുതാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഹിവാറിന് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഫസ്റ്റ് പഠിച്ച ഹിവാർ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഹിവാർ എഴുതാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ എക്സാം ക്ലാസ്സുകൾ അതിന് കാര്യങ്ങൾ പറയും. ഓക്കെ, ഇതെന്താ ക്വസ്റ്റ്യന്, ഈ ഇവിടെ കൊടുത്തിട്ടുള്ള ഹിവാർ നമ്മളോട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. തർജിമുഹു ഇഞ്ചിലീസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. സബിത സബാൽ ഖൈർ, അപ്പോൾ എന്താ പറയുക, ഗുഡ് മോർണിംഗ് അല്ലേ, സബാഹിനൂർ ഗുഡ് മോർണിംഗ്. സബിത കൈഫ ഹാലക ഹു ആർ യു, മുനീർ എന്താണ്, മുനീർ പറയുന്നത് സെയിൻ ഗുഡ് ഫൈൻ. മൻ മഅക ഹു വിത്ത് യു, നിൻ്റെ കൂടെ ആരാണുള്ളത്, ഹു ഈസ് വിത്ത് യു. മുനീർ ഹാദിഹി സ്വദീഖി എന്താണ്, സ്വദീഖത്തി ഷീ ഈസ് മൈ ഫ്രണ്ട്. സബിത പറഞ്ഞു ഇല ലിഖാ സി യു അസ്സലാമ. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മീനിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹിവാറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വാക്കുകൾ, കലിമാത് തഹദീബിയ എന്നതിന് പറയാം, ഉപചാര വാക്കുകൾ, സംഭാഷണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇനി ഇതിൻ്റെ മീനിങ് ആണ് നമുക്ക് അടുത്തത് അറിയേണ്ടത്. അദ്വാത്തുൽ മദ്രസിയ സ്കൂൾ ഉപകരണങ്ങൾ, അദ്വാത്തുൽ മദ്രസിയ സ്കൂൾ ഉപകരണങ്ങൾ. മിലഫ് എന്താണ്, ഫയൽ, നിർസം പെൻസിൽ, കുറാസ നോട്ട്ബുക്ക്, ഹക്കീബ ബാഗ്, മിസ്തർ സ്കെയില്, ഷുഫ്രത്ത് ഷാർപ്പനർ, ഹരീത്ത ചാർട്ട്, ദബൂസ് സ്റ്റാപ്ലർ, മിംഹാ എറൈസർ. ഓക്കെ, ഇത്രയാണ് ഇതിലുള്ളത്. ഇനി മറ്റൊന്ന്, നമ്മൾ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഇസ്മുകൾ നൗൺസ് പേരുകൾ, അഫ്ആൽ വെർബുകൾ, ഹർഫുകൾ, ഇത് മൂന്നും ഈ പാരഗ്രാഫിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഈ ബോക്സ് ഫില്ല് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ എക്സാമിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇത് പ്രത്യേകം ആക്ടിവിറ്റി പഠിപ്പിക്കുന്നതാണ്. അത് എക്സാം ക്ലാസ്സുകൾ ഉണ്ടാവും. സോ നമ്മൾ ഇവിടുന്ന് സമ്മറി എന്നുള്ളവർക്ക് ഇത് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ, അതിലേക്ക് ഇപ്പോൾ നമുക്ക് അടുത്ത് പറയാനുണ്ടായതുകൊണ്ട്. ഇനി ഇവിടെ ഒന്ന് പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ മൂന്നിന് എക്സ്പ്ലനേഷനാണ്. ഇസ്മ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വൺ വേർഡിലോ പൂരിപ്പിക്കാൻ ചോദിക്കും. ഹുവ ലഫ്ലുൻ, അതൊരു ഒരു വാക്കാണ്. ഇസ്മുകൾ എന്നൊരു വാക്കായിരിക്കും. അലാ ദാത്തിന്, അത് ഒരു എന്തിനെങ്കിലും ഒരു കാര്യത്തെ, ഒന്നിനെ സൂചിപ്പിക്കുന്ന വാക്കായിരിക്കും. ഔ ഹദസിന്, ഒരു സംഭവത്തിനെ, ഒരു വ്യക്തിയെ, ഒരു സംഭവത്തിനെ കുറിച്ചുള്ളതായിരിക്കും. ഇനിയോ
ഒയ്റ മുക്തറിൻ ബി സമാൻ, കാലത്തിന് അനുസരിച്ചത് മാറുകയില്ല, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ചല്ല. ഇന്നലെ ആണെങ്കിലും വീടുന്ന പറയാം, ഇന്ന് നടക്കണതിനും വീടുന്നാണ് പറയാം, നാളത്തേനും വീടുന്നതിനും, അത് വാക്ക് മാറില്ല. എന്നാൽ ഇന്നലെ പോയി, ഇന്ന് പോകുന്നു, നാളെ പോകും. കാലത്തിനനുസരിച്ച് മാറലേതാണ്? വെർബുകളാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ നോക്കൂ, ഫിഅൽ വെർബ് എന്ന് പറഞ്ഞാൽ ഹുവ ലഫ്ഉൻ, അതൊരു വാക്ക് തന്നെയാണ്. അല ഹദസിന്, അത് സംഭവത്തിനെ കുറിച്ച് പറയും. ഒരു കാര്യം നടന്നതിനെ കുറിച്ചാണ് അത് പറയാം. മുക്തറൻ ബി സമാൻ, ഒരു കാലത്ത്. അപ്പോൾ കഴിച്ചു, തിന്നു എന്നുള്ളത് എന്താണ്? ഇന്നലെ ആണെങ്കിൽ തിന്നു എന്ന് പറയും, ഇന്നാണെങ്കിലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണ തിന്നുന്നു എന്ന് പറയും, നാളെ ചെയ്യാനുള്ളതാണെങ്കിലോ തിന്നു. കാലത്തിനനുസരിച്ച് വെർബിൽ എന്ത് ചെയ്യും? മാറ്റം വരും. അപ്പോൾ ഇതിൽ നമ്മൾ വ്യത്യാസം എന്താണ്? ഇത് ഒയ്റ മുക്തറനാണ് അല്ലേ, ബിസമാൻ, കാലത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യില്ല, അത് മാറൂല. ഇതോ മുക്തറനും ബിസമാൻ, കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യും? അതിൽ മാറ്റം സംഭവിക്കും. ഇനിയോ ഹർഫ് എന്ന് പറഞ്ഞാൽ, ഹർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ അതിന് അത് ഒരിക്കലും മഅന മഅരി മറ്റുള്ളതിൻ്റെ കൂടെ കൂടുമ്പോൾ അതിന് അർത്ഥം ഉണ്ടാവുള്ളൂ. ലൈസ ബി ഇസ്മിൻ അല ഫുൽ, അത് ഇസ്മു അല്ല ഫുലില്ല. ഇസ്മു ഫുലൊന്നും ആയിരിക്കില്ല, വേറെ നിൻ്റെ കൂടെ കിട്ടുക. ഇവിടെ എക്സാമ്പിൾ ബി, ലി, മിൻ, ഫി, അൻ, അല, ഈ ടൈപ്പ് വാക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഈ സാധനം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അത് ഇസ്മാണോ ഫുയിലാണോ ഹർഫാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായി മനസ്സിലാവാൻ വേണ്ടി ഞാൻ അണ്ടർലൈൻ ചെയ്ത ഭാഗം നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ഭാഗം, ഇതാണ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് സമ്മറി ആയിട്ട് പലരും ആവശ്യപ്പെട്ട് കഥ അറിയില്ല എന്നുള്ളത് അല്ലേ. ഓൺലൈൻ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അതിൽ വർക്ക് പറയും, സ്റ്റോറി പറയില്ല. അപ്പോൾ നമുക്ക് സ്റ്റോറി പറഞ്ഞു നോക്കാം. ഔഹാനുൽ ബുയൂത്ത് എന്ന സ്റ്റോറി ഞാൻ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇത് കിട്ടേണ്ട ഭാഗം പറഞ്ഞ പോകണം കേട്ടോ. ഔഹാനുൽ ബുയൂത്ത് എന്നാണ് ഈ സ്റ്റോറിൻ്റെ പേര്, ഇതല്ലേ, തകരാറായ വീട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടാളെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഒന്ന്, ഈ ഒരു കഥാപാത്രം ഇതിലുള്ളത് ഉമ്മു സാലിമാണ്. ആരാണ്? ഉമ്മു സാലിം, സാലിമിൻ്റെ ഉമ്മയാണ് ഒരു കഥാപാത്രം. രണ്ടാമത്തെ കഥാപാത്രം അൽ കാത്തിബത്താണ്. ഈ കഥ എഴുതിയ ആൾ ഒരു കഥാപാത്രമായിട്ട് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റോള് കഥയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ കാത്തിബത്താണ്. ഇനി കാത്തിബത്തിൻ്റെ ഖാലത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ഖാലത്തിന് അമ്മായി, ഖാലത്ത് അമ്മായി. കാത്തിബത്തിൻ്റെ അമ്മായിയാണ് ആര്? ഈ ഉമ്മു സാലിം. ഇനി ഉമ്മു സാലിമിൻ്റെ മകനാണ് സാലിമാണ് ഇതിലെ ഹീറോ കേട്ടോ. അപ്പോൾ ഈ കഥയിലെ ഹീറോ ആരാണ്? കഥയിലെ നായകൻ ആരാണ്? സാലിമാണ്. ഓക്കെ, ഇനി കഥൻ്റെ ഇതിവൃത്തം ബേസ് എന്താ വെച്ചാൽ, സാലിം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് നല്ല മാർക്കോടുകൂടി പാസ്സായി, അവനിപ്പോൾ ജോലിക്ക് കയറി. അപ്പോൾ സാലിമിൻ്റെ ഉമ്മ പറയാണ്, എനിക്കെന്ത് ചെയ്യണം? എനിക്ക് എൻ്റെ മകൻ സാലിമിന് അനുയോജ്യമായിട്ടുള്ളൊരു പെൺകുട്ടീനെ വേണം. കാരണം അവന് നല്ല, സാലിമിനെ കുറിച്ച് പറയുന്നുണ്ട്, ജമഅ ദീൻ വ ദുനിയ. ദീൻ എന്ന് ഉദ്ദേശിക്കുന്നത് മതം അല്ലെ, മതബോധമുള്ള ആൾ. ദുനിയ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ട്, കാണാൻ ഭംഗിയുണ്ട്, ജോലിയുണ്ട്, എല്ലതും ഉണ്ടല്ലോ. അപ്പോൾ ദുനിയാവിൽ എല്ലാ ക്വാളിറ്റി ഉണ്ട്, മതപരമായിട്ട് എല്ലാ ക്വാളിറ്റി ഉള്ള ആളാണ് സാലിം. അപ്പോൾ സാലിമിന് നല്ല ഒരു എന്ത് ചെയ്യണം? പെൺകുട്ടീനെ വേണം എന്നുള്ളതാണ് ആരാവശ്യം? ഉമ്മു സാലിമിൻ്റെ ആവശ്യം. അങ്ങനെ ഇവർ രണ്ടുള്ള സംസാരിക്കുകയാണ് കേട്ടോ. ഉരീദു, എനിക്ക് ആവശ്യമുണ്ട്, ഫതാത്തൻ ജമീലത്ത്. ഫതാത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെ, ജമീലത്തൻ ഭംഗിയുള്ള പെൺകുട്ടിയെ, തുനാസിബ് യോജിച്ച, വലതി സാലിം എൻ്റെ മകൻ സാലിമിന് യോജിച്ച നല്ലൊരു പെൺകുട്ടിയെ വേണം. അപ്പോൾ ഈ ഡയലോഗ് ആരാ പറഞ്ഞിട്ടുണ്ടാവുക? ഉമ്മു സാലിം. അങ്ങനെ നമുക്ക് ചിന്തിക്കണം കേട്ടോ. ഈ കഥയിൽ ഡയലോഗ് പറഞ്ഞ ആൾക്കാർ ഈ രണ്ടാൾക്കാരുമാണ്. അപ്പോൾ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ അത് ആരാ പറഞ്ഞത് മനസ്സിലാവണം. അങ്ങനെ താഴത്ത് ഉമ്മു സാലിം ഹദീസ് അവർ സംസാരം തുടർന്നു. കാലത്ത് എന്നിട്ട് പറഞ്ഞു, സാലിമുൻ ഷാബുൻ മിസാലിൻ, സാലിമുൻ നല്ലൊരു ചെറുപ്പക്കാരനാണ്. തെഹറജ മിൻ കുല്ലിയത്തിൽ ഹന്തസ, അവൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി, ബി ദർജത്തിന് ആലിയ, ഉയർന്ന റാങ്കോട് കൂടിയിട്ട്. ബദ യുമാരിസു, അവൻ പരിശീലിക്കാൻ തുടങ്ങി, അമലഹു മുത്തമസ്സിക്കൻ ബി ദീനിഹി മുസ്തഖീമിൻ ഖുൽഖി, നല്ല സ്വഭാവത്തോടു കൂടി തന്നെ അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഷ്അദു ലഹു അഹ്ലുൽ ഖറി, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അവന് ദീനും ദുനിയാവുള്ള ആളാണെന്ന്. സ്വഹീഹുൻ അന്നഹു ലാ യംലിക് കസീർ, ശരിയാണ്, അവൻ കുറേ സമ്പാദിച്ചിട്ടൊന്നുമില്ല. ലാക്കിൻ മുസ്തഖ്ബിലു ജാരു, എഞ്ചിനീയറൊക്കെ ആയതുകൊണ്ട് അവൻ്റെ ഭാവി സേഫായിരിക്കും എന്ന് പറയണം. അങ്ങനെ ഇത് പറഞ്ഞിട്ട് അവരിങ്ങനെ നെടുവീർപ്പെടുത്തു, കണ്ണുനീരൊക്കെ തുടച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ഇങ്ങനെ ഷോർട്ടാക്കി പറയാൻ കേട്ടോ. ഹനി അല്ലക്ക് അയ്യോത്തോൽ ഖാല. അപ്പോൾ കാത്തിബത്ത് പറയും, എഴുത്തുകാരി പറയണമെന്നല്ലേ, എഴുത്തുകാരി പറയുന്നതാണ്, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു അയ്യോൽ ഖാല, അമ്മായി ഉണ്ടാവും. അപ്പോൾ എഴുത്തുകാരി ഉമ്മു സാലിമിനെ എന്താ വിളിച്ചത്? ഇത്ര നേരം സംസാരിച്ച് സാലിമിൻ്റെ ഉമ്മയാണ്, ഉമ്മു സാലിമാണ്. നിങ്ങൾ അഭിനന്ദിക്കുകയാണ്, നിങ്ങളെ സന്തോഷം പൂവണിയട്ടെ, അവൻ വിജയിക്കട്ടെ എന്നൊക്കെ പറയണം. അപ്പോൾ എന്ത് ചെയ്തു?
പിന്നെ ഇവിടെ പറഞ്ഞതാണ് യുത്തിമ്മ ഫർഹത്തിക്ക, നിങ്ങളെ സന്തോഷം പൂർത്തിയാകട്ടെ ബി അറൂസ്. അറൂസ് എന്ന് പറഞ്ഞ മണവാട്ടി, ഒരു നല്ല മണവാട്ടിയെ, സാലിമിന് നല്ലൊരു മണവാട്ടിയെ, പുതിയ പെണ്ണിനെ കിട്ടിയിട്ട് നിങ്ങൾ സന്തോഷം എന്ത് ചെയ്യട്ടെ, പൂർത്തിയാക്കട്ടെ എന്ന് പറയാം. അപ്പോൾ ഇവരെ കഥയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്. കാലത്ത് അപ്പോൾ ഉമ്മു സാലിം പറഞ്ഞു, ഈ കാലത്ത് ഉമ്മു സാലിം വലാ കിന്നി ആത്തിബക്കാല, എനിക്ക് നിന്നോടൊരു എതിർപ്പുണ്ട്. അപ്പോൾ ചോദിച്ചു ലിമ യാ ഖാല, അമ്മായി എന്നോട് നിങ്ങൾക്ക് എന്തിനാണ് എതിർപ്പുള്ളത്? അപ്പോൾ പറഞ്ഞു ലി അന്നക്കി, കാരണം ലാ തുസാഇദനി ഹാദൽ അംർ, ഈ കാര്യത്തിൽ നീ എന്നെ സഹായിച്ചിട്ട്, സാലിമിന് നല്ലൊരു വിവാഹാലോചന കൊണ്ടുവരാൻ വേണ്ടി നീ എന്നെ സഹായിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പബുത്തസുമി ബി കലാമിഹ, അപ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഹൽ തഅരിഫീന ഫാത്തിമ, നിങ്ങൾക്ക് ഫാത്തിമാനെ അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ തെതുവും അല്ല ജലസാത്തിൽ ഖുർആൻ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. തക്കത്തൈമുൽ അക്കബാത്ത് ബിസബീൻ, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജീവിക്കുന്ന നല്ലൊരു കുട്ടിയാണ് ഫാത്തിമ. ഫാത്തിമനെ നിങ്ങൾക്ക് അറിയോ, ഫാത്തിമനെ ആലോചിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, സാലിമിന് ഉമ്മാൻ്റെ പ്രത്യേകത, സാലിമിന് അവർക്ക് നല്ല ദുനിയവിയായിട്ട് നല്ല കാണാൻ ഭംഗിയുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ചെറിയ പ്രായമുള്ള അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ് വേണ്ടത്. അപ്പോൾ മതപരമായിട്ട് നോക്കുമ്പോൾ അവർക്ക് എന്തുണ്ടാവില്ല, ഭയങ്കര ഭംഗി ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓരോന്ന് മെല്ലെ മെല്ലെ നൈസായിട്ട് ഒഴിവാക്കും. കാലത്ത് മുസ്തൻകിറ വെറുപ്പോട് കൂടി പറഞ്ഞു ഉമ്രുഹ ഇസ്നത്ത വൈഷ്ണൂറ, അവൾക്ക് 22 വയസ്സൊക്കെ ഉണ്ട്. ഇബിനിലം എത്തജാവസ് റാബി വൈശ്വരീൻ, എൻ്റെ കുട്ടിക്ക്, എൻ്റെ മകനക്ക് എന്തില്ല 24 വയസ്സും കൂടി ആയിട്ടില്ല, പറ്റൂല, അത് വയസ്സ് കൂടുതലാണ്. അപ്പോൾ ചോദിച്ചു റബാബ് ബിൻതു ഹാജി ഇബ്രാഹിം, ഇബ്രാഹിം ഹാജിബിൻ്റെ മകള് റബാബ് എന്താണ് അവസ്ഥ, അന്ന് അവളെ നോക്കിയാലോ? അപ്പോൾ പറഞ്ഞു തുത്തുക്കിന് ഖിയാത്ത്, അവൾ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു തജാവസ് ജിറാസ്തി അല്ല മർഹൽ സാനം, അവർ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത, പഠനം പോരാ, വിദ്യാഭ്യാസം പോരാന്ന് പറഞ്ഞാണ്ട് അതും ഒഴിവാക്കും അല്ലേ. പിന്നെ എൻ്റെ മകനക്ക് എന്ത് വേണം, അവൻ്റെ ഭാര്യ ഒരു ജോലിക്കാരിയൊക്കെ ആളാവണം അല്ലേ. ഇബിന് യുഹിബു അൻ തകൂന സൗജത്തഹു മുഅല്ലഫത്തൻ, ഉദ്യോഗസ്ഥയാകണം എന്ന് പറയും. അങ്ങനെ മാറിക്ക ഖദീജനെ കുറിച്ചൊന്ന് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചു. വയ്യ തദുർസു മർഹലത്ത് സാനം, അവൾ ഹയർ സെക്കൻഡറി വരെ പിന്നെ പഠിച്ച ആളാണ്. ഹൈവ ലാക്കിന്നഹ, പക്ഷെ അവൾ സംറാഹ് എന്ന് പറഞ്ഞാൽ നിറം തില്ല, ഇരുണ്ട നിറാണെന്ന് പറഞ്ഞ് സാലിമിൻ്റെ ഉമ്മ അത് ഒഴിവാക്കി. അപ്പോൾ സുമയ്യനെ കുറിച്ച് എന്താ അഭിപ്രായം? സാമക്ക് എന്നോട് നീ ക്ഷമിക്കണം, ഇന്നഹ കസീർ, അവൾ ഹൈറ്റ് കുറവാണ്, ഇന്നഹ കസീർ, അവൾ ഹൈറ്റ് കുറവാണെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഹൈറ്റ് പോരാ, നിറം പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാലിമിൻ്റെ ഉമ്മ ഓരോ കാര്യങ്ങൾ ഒഴിവാക്കും. അപ്പോൾ കുൽത്തുവാന ഹാബിൽ, അപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നു, ആർക്ക്, കാത്തിബത്തിന് ദേഷ്യം വന്നു. യാ ഖാല, പ്രധാനപ്പെട്ട ഡയലോഗാണ് ഈ ഡയലോഗ്. പറഞ്ഞ ആളാണ് യാ ഖാല എന്ന് വെച്ചാൽ അമ്മായി എന്ന് വിളിക്കുമ്പോൾ തന്നെ അത് ആരാ പറഞ്ഞിട്ടുണ്ടാവുക, കാത്തിബത്ത് പറയും. കാത്തിബത്ത് എഴുത്തുകാരി കേട്ടോ. യാ ഇമ്രാത്തുൻ സ്വാലിഹത്തുൻ, നല്ല പെൺകുട്ടി, ഖൈറുൻ, അവളാണ് നല്ലത്, വൈൻ ലക്തക്കുൻ ജമീലത്തൻ, ഭംഗിയില്ല എങ്കിലും നല്ല പെൺകുട്ടിയാണ് നല്ലത്. ഇതാരാ പറഞ്ഞത്? കാത്തിബത്താണ് പറഞ്ഞത്. ആരോടാ പറഞ്ഞത്? ഉമ്മു സാലിമിനോടാ പറഞ്ഞത് കേട്ടോ. അപ്പോൾ പറഞ്ഞു സുബ്ഹാൻ അല്ലാഹ് മൻ കാല ഇന്നനി ഉരീദ് വൈറ സ്വാലിഹ, ആരാ പറഞ്ഞത് ഞാൻ സ്വാലിഹത്തായ പെണ്ണിനെ നോക്കണില്ല എന്നുള്ളത്? ഉരീദ് ഫത്താത്ത് റായത്ത്, എനിക്ക് ഭംഗിയുള്ള കുട്ടി തന്നെ വേണം, അത് മുഅ്മിന്, അവളെന്തായാലും മതി, നല്ല വിശ്വാസി ആയ കുട്ടിയായാലും മതി കേട്ടോ. അപ്പോൾ ദീനും ദുനിയാവുള്ള ആൾ വേണം എന്ന് പറഞ്ഞു ആര്, സാലിമിനമ്മ. അപ്പോൾ കുൽത്തു, അടുത്ത പ്രധാനപ്പെട്ട ഡയലോഗാണ്, ഞാൻ മാർക്ക് ചെയ്യുന്നത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, കുൽത്തു. അപ്പോൾ സാലിമിൻ്റെ പിന്നെ എഴുത്തുകാരി സാലിമിനോട് ചോദിക്കുകയാണ്, ഓ തെക്കുസുദീന ബി ദുനിയ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അൻ തെക്കുവന ജമീലത്തൻ, ഭംഗിയുള്ളതാവലോ, ബൈദാഉൻ വെളുത്തതാവലാണോ, തൊബീലത്തുൻ പിന്നെ നീളമുള്ളതാവലാണോ, സഈറത്തു സിന്ന് ചെറിയ വയസ്സാണോ, മുഅല്ലഫത്തുൻ ഉദ്യോഗസ്ഥാവലാണോ, ഇതൊക്കെയാണോ നിങ്ങൾ പിന്നെ ദുനിയാവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചു. ആരോട്? കാത്തിബത്ത് സാലിമിനുമ്മയോട് ചോദിച്ചു. സാലിമിനുമ്മ പറയണം ഇബിനി സാലിമുൻ, എൻ്റെ മകൻ സാലിം യസ്തഹിഖുല്ലഹാദ, എൻ്റെ മകൻ ഇതിനൊക്കെ അർഹനാണ്, ഇതിനൊക്കെ അർഹത ഉണ്ട്, ഈ ദുനിയാവിൽ ഇങ്ങനത്തെ നല്ല കുട്ടിനെ കിട്ടാൻ എൻ്റെ മകന് അർഹത ഉണ്ടെന്നാണ്. അപ്പോൾ ചോദിച്ചു ഈ നിങ്ങളെ അഭിപ്രായം എന്താ? ഹാല ബിൻതു അദ്നാൻ, അദ്നാൻ്റെ മകൾ ഹാല. അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള കുട്ടിനെ കുറിച്ച് പറയാം. അപ്പോൾ ഫലഹറത്തിൽ ഖൈബ വ ഹസ്ര, അവരുടെ മുഖത്ത് എന്ത് ചെയ്തു? ആകെ ഒരു നഷ്ടബോധം വന്നു. ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ നഷ്ടബോധം കേട്ടോ, നിരാശയൊക്കെ വന്നു. എന്നിട്ട് പറഞ്ഞു മുംതാസ് നല്ല കുട്ടി തന്നെയാണ്, പക്ഷേ യാ അസഫ ലക്കത് റഫൽ അഹ്ലുഹ തൊലബി, അവരുടെ വീട്ടുകാരെന്ത് ചെയ്യും, ഞാൻ ഈ കല്യാണാലോചന ചെന്നപ്പോൾ റഫല്ല എന്ന് പറഞ്ഞാൽ നിരസിച്ചു, ഞങ്ങൾ അഭിമാനേഷം അവരെന്ത് ചെയ്തു, ഇന്നഹ അഹ്ലുൽ മാദിയൂൻ, അവർ യുക്തിവാദികളാണ്. മാദിയു എന്ന് പറഞ്ഞാൽ പിന്നെ മെറ്റീരിയൽസ് എന്നർത്ഥം, നിരീശ്വരവാദികളാണെന്ന് പറയും. അപ്പോൾ പിന്നെ എഴുത്തുകാർ പറയില്ല അല്ല യാ ഹാല, അമ്മായി അങ്ങനെയല്ലല്ലോ, മാ വജദ അഹ്ലു ഹാല, അവർ വലിയ പൈസക്കാരാണ്, അവരെന്ത് ചെയ്യും, ഇബിനിക്ക ഷുറൂത്ത് ദുനിയവിയ, നിങ്ങളുടെ മകനിൽ എന്ത് പോരാ, ക്വാളിറ്റി പോരാ, ദുനിയാവിൻ്റെ കാര്യമൊന്നും ഇല്ല എന്നാണ് അവർ ഒഴിവാക്കിയതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ യാ ഖാല, അമ്മായി, അടുത്ത പ്രധാനപ്പെട്ട ഡയലോഗാണ്, യാ ഖാല അമ്മായി
ഇല്ലം തജിദി നിങ്ങൾ കണ്ടില്ല എങ്കിൽ അൽ ജാനിബിന് രണ്ട് ഭാഗം എന്ന് വെച്ചാൽ ദുനിയാവും ദീനും രണ്ടും കൂടി നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയിൽ കിട്ടിയില്ല. അങ്ങനെയെങ്കിൽ ഫി ഫത്താത്തിന് ഒരു പെൺകുട്ടിയിൽ, ഫത്താത്താണ് പെൺകുട്ടി യുവതി, ഫബി അയ്യ ജാനിബിൻ ഏത് ഭാഗമാണ് തുൽഹീ ഞങ്ങൾ ഒഴിവാക്കുക? ദീന് മതബോധം കിട്ടിയില്ല, ദുനിയാവ് ഒരുമിച്ച് കിട്ടണില്ല, അപ്പോൾ നിങ്ങൾ ഏത് ഒഴിവാക്കും? അപ്പോൾ ദീൻ ഒഴിവാക്കോ അമി ദുനിയാവ് നിങ്ങൾ ഒഴിവാക്കും. അപ്പോൾ ഇത് ഈ ഡയലോഗ് ആര് പറഞ്ഞതാണ്? കാത്തിബത്ത് പറഞ്ഞത്. ആരോടാ പറഞ്ഞത്? ഉമ്മു സാലിമിനോടാ പറഞ്ഞത് അല്ലേ? എപ്പോഴാണ് പറഞ്ഞത്? ഉമ്മു സാലിം സിറ്റുവേഷൻ മനസ്സിലാക്കണം. എന്ത് ചെയ്തു? കാത്തിബത്ത് സാലിമിന് വേണ്ടി കുറേ വിവാഹാചന കൊണ്ടുവന്നു. അപ്പോൾ അവൾ എല്ലതും റഫലത്ത് നിരസിച്ചു. ആര്? ഉമ്മു സാലിം. റഫലത്ത് ഉമ്മു സാലിം കുല്ലുഹ എല്ലതും എന്ത് ചെയ്തു? നിരസിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്ത് ചെയ്യണത്? ഇത് ചോദിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ കാലത്ത് ബഅദത്ത അമുൽ അങ്ങനെ കുറച്ചേരം ആലോചിച്ചിട്ട് എന്ത് ചെയ്തു? സാലിം ഇന്ന സാലിമിൻ കവിയുദ്ദീൻ. സാലിമിൻ്റെ ഉമ്മ കുറച്ച് ആലോചിച്ചത് പറയാണ്, എൻ്റെ മകൻ നല്ല ശക്തമായ ദീനുള്ളവനാണ്. യസ്തത്തിയു അൻ യഹ്ദിയ സൗയത്തഹു അവനെന്ത് ചെയ്യാൻ പറ്റും? അവൻ്റെ ഭാര്യയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എന്ന് വെച്ചാൽ ഭാര്യ നേർവഴി ദീനില്ലാത്ത ആളാണെങ്കിലും എൻ്റെ മകനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ മതത്തിൽ അയ്യാം വശൂർ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. യൗമൻ ഒരു ദിവസം സാറത്തനി ഉമ്മു സാലിം, എഴുത്തുകാർ പറയാണ്, ഞാൻ ഉമ്മു സാലിമിൻ്റെ വീട് സന്ദർശിച്ചു. അങ്ങനെയല്ല, യൗമൻ സാറത്ത് നീ എന്നെ സന്ദർശിച്ചു. ആര്? ഉമ്മു സാലിം. ഉമ്മു സാലിം എന്ത് ചെയ്തു? എൻ്റെ വീട്ടിലേക്ക്, എഴുത്തുകാരൻ്റെ വീട്ടിലേക്ക് വന്നു. വഫി യദിഹ ബിത്തോക്ക, അവരുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ബിത്തോക്കത്ത് കാർഡ് ഉണ്ട്, ദഅവ എന്ന് വെച്ചാൽ ഇൻവിറ്റേഷൻ കാർഡ്. അപ്പോൾ കാലത്ത് പറഞ്ഞു, ലാ ബുദ്ധമിൻ തശ്രീഫി കയ്യാനെ കുതിർ, നിങ്ങൾ എന്തായാലും ജിഫാഫിന് വരുന്നത്, ജിഫാഫ് എന്ന കല്യാണം. അപ്പോൾ എന്താണ്? സാലിമിൻ്റെ കല്യാണം ഉറപ്പിച്ചു, കല്യാണത്തിൽ നിങ്ങൾ എന്തായാലും വരണം. അപ്പോൾ എഴുത്തുകാർ ചോദിച്ചു സ്വാഭാവികമായിട്ടും, മനിൽ അറൂസ് ആരാണ് മണവാട്ടി? പെണ്ണേതാണ്? ആനിസ സമീഹ. അവൾ പിന്നെ മിസ് സെമീഹയാണ്. സെമീഹ എന്നൊരു കുട്ടിയാണ് വധുവായിട്ട് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഈ സാലിമിൻ്റെ ഉമ്മ എന്നെ പറയാം, അവളെ ഇസ്മുഹ ജമീലുൻ, അവളെ പേര് തന്നെ നല്ല ഭംഗിയാണ്. വഹിയ അജ്മലുൻ, അവൾ നല്ല കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ്. ഭാര്യകൾ ജമാൽ, നല്ല ഭംഗിയുണ്ട്. ഉമ്ര ആ സമാനത അഷർ, അവൾക്ക് വെറും 18 വയസ്സായിട്ടുള്ളൂ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ബദാറത്തിൽ അയ്യാം കുറേ ദിവസം കടന്നു പോയി. ഷഅറത്തു എഴുത്തുകാരി പറയുന്നത്, എനിക്ക് അനുഭവപ്പെട്ടു ബി അന്ന വാജിബി എൻ്റെ കടമയാണല്ലോ സിയാറത്ത് ഉമ്മു സാലിമിനെ സന്ദർശിക്കണമല്ലോ, കല്യാണം കഴിഞ്ഞല്ലേ. ലി തഹനിയത്തിയ അവരെ ഞാനൊന്ന് അഭിനന്ദിക്കണ്ടേ. അല്ല തുറക്തു ഞാൻ മുട്ടി ബാബൽ അവരെ വീട്ടിൽ പോയി വാതിൽ മുട്ടി. ബസ്തഖബലത്തനി ഉമ്മു സാലിം എന്നെ സ്വീകരിച്ചു. ബി ഹഫാവത്തിൻ ബാലിയ വളരെ സന്തോഷത്തോടെ എന്ത് ചെയ്തു? ഉമ്മു സാലിമ് കയറ്റിയിരുത്തി. കല്യാണത്തിന് ശേഷം കാത്തിബത്ത് ഉമ്മു സാലിമിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ആ വീട്ടിലേക്ക് കയറ്റിയിരുത്തി. കൈഫ ഹാലു അറൂസിക്ക് അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ മണവാട്ടിൻ്റെ വിശേഷം എന്താണ്? അപ്പോൾ അവരെ മുഖത്ത് എന്ത് ചെയ്തു? സഹാബത്തിൽ ഉസിന്, ദുഃഖത്തിൻ്റെ കാർമേഘം വന്നു. ചില ആകെ സങ്കടത്തിലാണ് ഉള്ളത്. അപ്പോൾ വയ്യ തെക്കൂരു. എന്നിട്ട് ഉമ്മു സാലിം പറയാണ്, ആരെ പറഞ്ഞു? ഉമ്മു സാലിം അൽഹംദുലില്ലാഹ് യ ബഖൈർ അല്ലേ, അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല. കമാ തസ്മഈന നിങ്ങൾക്ക് കേൾക്കുന്നത് പോലെ തന്നെ. ഇന്നഹ ലാ തുഫാരിക്കുൽ മിദിയാൾ, ഇത് ചോദിക്കലുണ്ട് കേട്ടോ. ഇന്നഹ ഇവിടെ മുതൽ തന്നെ നോട്ട് ചെയ്യാം. ലാ തുഫാരിക്കുൽ മിദിയാൾ, അവൾ റേഡിയോ ഒഴിവാക്കൂല, ഇല്ല തിൽഫാസ് ടി വി. അപ്പോൾ ഒന്നെങ്കിൽ ഫുൾ ടൈം മിദിയ റേഡിയോൻ്റെ മുമ്പിലാവും, അല്ലെങ്കിൽ ഫുൾ ടൈം ടി വിൻ്റെ മുമ്പിലാവും. വലൽ ജവ്വാൽ പിന്നെ മൊബൈലിന് മുമ്പിലാവും. തുഹിബുൽ ഐനാവ് എപ്പോഴും പാട്ട് പാടും. റഖസ് എപ്പോഴും ഡാൻസ് കളിക്കും, എപ്പോഴും സിനിമ കണ്ടിരിക്കലാണ്. തക്കലി നഹാറ ഫിഷർ എപ്പോഴും പകൽ മുഴുവൻ ബാൽക്കണിയിൽ ചിലവഴിക്കും. പിന്നെ ബത്തിക്കത്തും ജാഹിൽ ഒരു അറിവില്ലാത്ത ഒരു അന്നേരം വീട്ടിലെ കടമകളൊന്നും അറിയില്ല. ലാ താരിഫു കൂക്കൽ ബൈത്ത് വീട്ടിലെ കടമകൾ അറിയില്ല. വ സൗജ് ഭർത്താവിനോട് ചെയ്യേണ്ട കടമകളൊന്നും അവൾക്കറിയില്ല. വലാ താരിഫ് ഹലാൽ വല ഹറാം, ഹറാം എന്താണ് ഹലാൽ എന്താണ്, ചെയ്യാൻ പാടുള്ള എന്താണ് പാടില്ല, ഇതൊന്നും ആർക്കറിയില്ല, ഈ മണവാട്ടിക്ക് അറിയില്ല എന്ന് സങ്കടത്തോടു കൂടി ആര് പറയാണ്? ഉമ്മു സാലിമ പറയാണ്. വെച്ചാൽ ദുനിയാബിൻ്റെ പിന്നാലെ പോയപ്പോൾ ഒരു ദീനില്ലാത്ത, ഒരു കടമകൾ അറിയാത്ത ഒരു പെൺകുട്ടിനെയാണ് അവർക്ക് കിട്ടിയത്. ഈ ഡയലോഗ് തന്നിട്ട് ചോദിക്കും, ആര് പറഞ്ഞാണ്? ആരാ പറഞ്ഞത്? ഉമ്മു സാലിം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ചോദിച്ചു കൈഫ ഹാല് സാലിമിൻ്റെ അവസ്ഥ എന്താ? സാലിമു ഫി ഉദൂഹി വസ്വബരിഹി, സാലിം വളരെ ക്ഷമയുള്ളവനാണ്. വൈഹാവിലു താഴ്ബിർ തിവായ, അവനെന്ത് ചെയ്യുന്നു? അവളുടെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതാരാ പറഞ്ഞത്? സാലിം വളരെ ക്ഷമയുള്ളവനാണ്, സാലിം അവളുടെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കുകയാണ്. ആരാ പറഞ്ഞത്? ഉമ്മു സാലിമും പറയാണ്. സാലിമിൻ്റെ അവസ്ഥ ആര് ചോദിച്ചു? എഴുത്തുകാരി കാത്തിബത്ത് ചോദിച്ചപ്പോൾ കേട്ടോ. അങ്ങനെ തജമ്മത്ത് കലിമാത്ത് അവർ തൊണ്ടയിൽ വാക്കുകൾ കുടുങ്ങി. ദുമു കണ്ണുനീര് പിന്നെ ഒഴുകി. വഹിയ തക്കൂല് പറഞ്ഞു, സാലിം യസ്തൈക്കുല് എൻ്റെ മകൻ എല്ലാ ഹൈറിനും അവകാശം ഉണ്ടായിരുന്നു. ലാക്കിൻ പക്ഷേ ലൈസവ് ഹല്ലുൻ അവന് ഭാഗ്യമില്ല. തഹസ്സറത്ത് എല്ലാം നശിച്ചു പോയി. യാ ജയ്തനി ഇഖ്തർത്ത് സോലിഹ, ഞാൻ നല്ലൊരു സോലിഹത്തായ പെൺകുട്ടിയെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എൻ്റെ മകന് ഗതി വരൂലായിരുന്നെന്ന് സാലിം പറഞ്ഞു. ഇതാണ് സ്റ്റോറി. സ്റ്റോറി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇനി
നമുക്ക് അടുത്തത് മനസ്സിലാക്കാനുള്ളത് എഴുത്തുകാരിയെ കുറിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എഴുത്തുകാരിയെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, പിന്നെ അവരുടെ പേരെന്താണ്, ഹനാൻ ലഹാം എന്നാണ് അവർ അറിയപ്പെടുന്നത് കേട്ടോ. ഹനാൻ ലഹാം ശരിക്കുള്ള പേരെന്താണ്, ഹനാൻ ബിൻത്ത് മുഹമ്മദ് സഅദി എന്നാണ് അതിൻ്റെ പേര്. ഷഹീറത്തു ബി ഹനാൻ ലഹാം, ഹനാൻ ലഹാം എന്നാണ് അറിയപ്പെടുന്നത്. കാത്തിബത്തുൻ സൂരിയത്തുൻ, സിറിയൻ എഴുത്തുകാരിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ അത്രയും ഡെമസ്കസിൽ ജനിച്ചു, പിന്നെ ചെറുകഥകൾക്ക് വേണ്ടി ജീവിതമൊക്കെ ഒഴിഞ്ഞു വെച്ചു എന്നൊക്കെ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. നമുക്കിനി അടുത്ത് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കുകൾ അല്ലേ, മീലാദിൻ ജദീദ്, അഷംസു വരീഹ്, ജിലുൽ അത്ഷ്, ഇത് മൂന്നും ആരുടെ ബുക്കുകൾ, ഫേമസ് ആയ ബുക്കുകളാണ്, ഹനാൻ ലഹാമിൻ്റെ ഫേമസ് ആയ ബുക്കാണ്. ഇത്രയാണ് ഇതിൽ നിന്ന് പോയിൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വഴിയെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇത് ട്രാൻസ്ലേഷനാണ്. ഉസ്രത്തി എന്നതിന് മൈ ഫാമിലി, ഉസ്രത്തി സഈദത്തുൻ, മൈ ഫാമിലി ഈസ് ഹാപ്പി, ലി അഖ്വാനി വഖ്ത്, എനിക്ക് 2 ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട്. അബി മുസാരിയുൻ, എൻ്റെ ഉപ്പ കർഷകനാണ്. ഉമ്മി റബ്ബത്തുൽ ബൈത്ത്, മൈ മദർ ഈസ് ഹൗസ് വൈഫ്. അന അദുറുസുഫ് ജയ്യിദൻ, ഐ ആം സ്റ്റഡിങ് വെൽ, വെരി വെൽ. ഉഹിബു ഉസ്രത്തി, ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഫാമിലിയെ ഇഷ്ടപ്പെടുന്നു. ഐ ലവ് മൈ ഫാമിലി. ഓക്കെ, ഇതാണ് ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ. മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കുറച്ചും കൂടി ലെങ്തി ആയി പോവും എന്നുള്ള നിലക്ക് നമുക്ക് എന്ത് ചെയ്യാണ്, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് അനിയൻ ലക്കും എന്ന് പറയുന്ന കവിതയാണ്. അപ്പോൾ നേരെ നമ്മൾ ആ ഇതിലേക്ക് എന്ത് ചെയ്യാണ്, കവിതയിലേക്ക് പോവുകയാണ്. അനീഹൻ ലക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് കവിതൻ്റെ ഹെഡിങ്ങിന് മീനിങ്. ഓക്കെ, അഹ്ലൻ ബിനാബി അത്തിൽ ബിലാദി വ മർഹബ. ഓക്കെ, ഇതിൽ കവിതൻ്റെ മീനിങ് പിന്നെ നമുക്ക് എക്സാമിന് സമയത്ത് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഇതിൻ്റെ സമ്മറി വായിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഞാൻ 2ൻ്റെ മീനിങ് പറഞ്ഞ കാര്യം സമ്മറിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് മൊത്തം മീനിങ് പറയാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് കവിനൊന്ന് പരിചയപ്പെടാം. കവി ആരാണ്? ഷാഇറുൽ മഷ്ഹൂർ, പ്രസിദ്ധനായ കവിയാണ്. മുഹമ്മദ് ഹാഫിൽ ഇബ്രാഹിം എന്നാണ് ഹനീഅൻ ലക്കും എന്ന് എഴുതിയ കവിയുടെ പേര്. അദ്ദേഹം ഉസിയൂത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. ഈ ഷാഇറുൻ മിസ്രിയുൻ, മിസ്രി എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ കവിയാണ്. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്നത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ലുക്കീബ, അദ്ദേഹം അറിയപ്പെട്ട ഷാഇറുൻ നീൽ, നൈൽ നദിയുടെ കവി എന്നറിയപ്പെടുന്ന ആളാണ്. ഇത്രയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഏറ്റവും ലാസ്റ്റിൽ അൽ ബുഅസാ, അതേപോലെ തന്നെ ലയാലി സുത്തീഹ്, മോജസൂഫ് അൽമിൽ ഇഖ്തി, ഇത് 3 അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ ബുക്കാണ്. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിച്ചുകൊണ്ട് ആൻസർ ചോദിക്കും. ഇത്രയാണ് ഇതേക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾ നേരെ ആ കവിതൻ്റെ മീനിങ്ങിലേക്ക് വരികയാണ്. കവിത സമ്മറി എന്ന് പറഞ്ഞ മീനിങ്ങിലേക്ക് നമുക്ക് വരാം. മഫ്ഊമുൽ മൽദൂമ, കവിതയുടെ സമ്മറി. അഷ്ശാഇറു ഹാഫിദ് ബക്ക് ഇബ്രാഹിം, ഹാഫിദ് ബക്ക് ഇബ്രാഹിം യുഹന്നിഉ, അഭിനന്ദിക്കുന്നു, അബ്നാ വത്തനിഹി, അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആളുകളെ, രാജ്യത്തിലുള്ള ആളുകളെ, ബി മുനാസബത്തിൻ, അനുബന്ധിച്ച്, ആമിൻ ജദീദ്, പുതുവർഷത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആളുകളെ അഭിനന്ദിക്കുന്നു. വയുഷജ്ജഉം, അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു, അലാ തഖദ്ദുമി, മുന്നേറാൻ, ബി അസീമത്തി, ദൃഢനിശ്ചയത്തോടുകൂടി, വത്തഫാഉൽ, ശുഭപ്രതീക്ഷയോടുകൂടി, വയൻസഹും, അദ്ദേഹത്തെ ആ യുവാക്കളെ ആ നാട്ടുകാരെ എന്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു, ബി ഹയാത്തിൻ സഈദത്തിൻ, വിജയകരമായ ജീവിതം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട്, മഅൽ യഖ്ലത്തിൻ, ജാഗ്രതയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ, വൽ ഹദർ, 2 വരെ അർത്ഥമാണ്. യഖ്ലത്ത് വൽ ഹദർ, ജാഗ്രതയോട് കൂടിയിട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വിജയകരമായ ജീവിതം ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു. യഖൂലു, അദ്ദേഹം പറയുന്നു, മർഹബൻ ബിക്കും, നിങ്ങൾക്ക് മംഗളങ്ങൾ, നിങ്ങൾക്ക് സ്വാഗതം. യാ അബ്നാ വത്തനി, എൻ്റെ രാജ്യത്തിൻ്റെ മക്കളെ. അത്തൊരീഖു ഇല നജ, വിജയത്തിലേക്കുള്ള വഴി, മംലൂ, നിറഞ്ഞതാണ്, ബി സുഉബാത്ത്, പ്രയാസങ്ങൾ, വൽ അഖബാത്ത്, കഷ്ടതകൾ, ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞതാണ് എന്ത്, വിജയത്തിലേക്കുള്ള വഴി. ലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കരുത്, അലാമാ ഫാത്തക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യത്തെ ആലോചിച്ചിട്ട്. വദ്കുറു, നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, അയ്യാമൻ നജായിക്കും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയിച്ച ദിവസങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, ആലോചിക്കണം. അൽ മാലിയ, കഴിഞ്ഞു പോയ. ഫസ്തഇദു, നിങ്ങൾ തയ്യാറാണല്ലോ, തഖദ്ദും, മുന്നേറാൻ. കമ്മിൻ ഉമ്മത്തിന്, എത്ര സമൂഹങ്ങളാണ്, ഇസ്തറദ്ദത്ത്, തിരിച്ചു പിടിച്ചത്, മജ്ദഹ, അവരുടെ നല്ല കാലം, വനാലത്ത് മനാലഹ, അവരവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്, ബിൽ ഹിമ്മത്തി, ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട്, വൽ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട്, വൽ അസീമത്ത്, ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട്. അപ്പോൾ ഹിമ്മത്ത്, ആത്മവിശ്വാസം, അസീമത്ത്, ദൃഢനിശ്ചയത്തോട് കൂടി എന്ത് ചെയ്തു, ഒരുപാട് ആളുകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയ നല്ല കാലഘട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചു പിടിച്ചിട്ടുണ്ട്.
തക്കദ്ദമു നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നേറണം. ബിൽ ഇൽമ് വിജ്ഞാനത്തിൽ നിങ്ങൾ മുന്നേറണം. ഫൈനൽ ഇൽമ വിജ്ഞാനം യഫ്തഹ് തുറക്കും. ലക്കും നിങ്ങൾക്ക് മുമ്പിൽ ജമീ അൽ അബ്വാബ് എല്ലാവിധ വാതിലുകളും നിങ്ങൾക്ക് മുമ്പിൽ തുറക്കും. ലാ തനാമു നിങ്ങൾ ഉറങ്ങരുത്. ബൽ ഇസ്തൈക്ക് നിങ്ങൾ എപ്പോഴും ഉണർന്നിരിക്കണം. ഫഇന്ന അഅദാ നിങ്ങളെ ശത്രുക്കൾ യഹ്സുറൂനക്കും നിങ്ങളെ വലയം ചെയ്യുന്നുണ്ട്. വൈസദ്ദൂനക്കും നിങ്ങളെ തടയും. തക്കദ്ദുമക്കും നിങ്ങളുടെ മുന്നേറ്റങ്ങളെ തടയാൻ ശ്രമിക്കുകയും ചെയ്യും. ബിക്കുല്ല ഖുവത്തിന് അവരെല്ലാ ശക്തി ഉപയോഗിച്ചുകൊണ്ട്. ഖാലിക്കുന്നാസ നിങ്ങൾ ജനങ്ങളോട് പെരുമാറണം. ബി ഹുലുക്കിൻ അസനിൻ പരസ്പരം നല്ല സ്വഭാവത്തിൽ നിങ്ങൾ പെരുമാറണം. വ ആഷിറൂഹും നിങ്ങൾ അവരെ കൂടെ ജീവിക്കണം. ബിൽ മഅറൂഫ് നന്മ ചെയ്തുകൊണ്ട്. വഹ്ദറു നിങ്ങൾ ജാഗ്രത പാലിക്കണം. കുല്ല ഹദറിൻ എല്ലാ രീതിയിലും ജാഗ്രതയും നിങ്ങൾ എന്ത് ചെയ്യണം, പാലിക്കണം. ഇതാണ് ആ കവിതൻ്റെ ഹനി അലക്ക് എന്ന് പറയുന്ന കവിതൻ്റെ സമ്മറി കേട്ടോ. ഓക്കെ, സമ്മറിൻ്റെ മീനിങ് കവി നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്കതിൽ കവിതൻ്റെ മീനിങ് മാച്ച് ചെയ്യാനുള്ളതായിരിക്കും. ഇത്രയാണ് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്നത്. ഓക്കെ, ഞാൻ പരമാവധി ചുരുക്കിയിട്ടാണ് നിങ്ങൾ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമായ മീനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും മീനിങ് മനസ്സിലാവാത്ത ആ ഭാഗം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കണ്ടാൽ നോട്ട് ചെയ്ത് വെച്ചാൽ ആവശ്യമുള്ള മീനിങ് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അപ്പോൾ യൂണിറ്റ് 1ൻ്റെ സമ്മറിയോടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ് 2ൻ്റെ സമ്മറിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.